ഈ യോഗ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൊല്ലപ്പെടേണ്ടി വരുന്ന അവസ്ഥ എന്തായിരിക്കും? ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരുപാട് സ്ലാഷർ മൂവീസ് കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ ഈ ഒരു സിനിമ കൊലയാളിയുടെ കണ്ണിലൂടെയാണ് നമ്മളെ കാണിക്കുന്നത്. ദിസ് ഈസ് ഡേ 36 ഓഫ് 100 Days Under മൂവി സീരീസ്. ഇൻ എ വയലന്റ് നേച്ചർ എന്നാണ് ഈ മൂവിയുടെ പേര്. ഇതിനകത്ത് ഒരു കൂട്ടം സുഹൃത്തുക്കൾ ചേർന്ന് കാടിൽ നിന്ന് ഒരു സ്വർണ്ണമാല തട്ടിയെടുക്കുകയാണ്. അവരറിയുന്നില്ല അവർ ഉണർത്തി വിട്ടേക്കുന്നത് ജോണി എന്ന ക്രൂരനായ കൊലയാളിയാണെന്ന്. സ്വന്തം മാല തിരികെ നേടാൻ അവർ ഓരോരുത്തരെയും ജോണി തിരഞ്ഞിറങ്ങുകയാണ്. അവിടുന്നാണ് ഈ സിനിമ തുടങ്ങുന്നത്. പക്ഷേ ഈ ഒരു സിനിമ വ്യത്യസ്തമാക്കുന്നത്, സാധാരണയായി സ്ലാഷർ മൂവീസിൽ നമ്മൾ ഇരകളുടെ കൂടെ ആയിരിക്കും സഞ്ചരിക്കുന്നത്, പക്ഷേ ഇതിൽ നമ്മൾ കില്ലറുടെ കൂടെയാണ് സഞ്ചരിക്കുന്നത്. എല്ലാം നമ്മൾ ജോണിയുടെ കണ്ണിലൂടെയാണ് കാണുന്നത്. ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലും ഇല്ല. അതായത് ആ കാടിന്റെ നേച്ചറിന്റെ ശബ്ദം മാത്രമാണ്. അത് നമ്മളെ ഭയങ്കരമായിട്ട് അൺസെറ്റിംഗ് ചെയ്യിക്കുന്നുണ്ട് ഓരോ സീൻ കാണുമ്പോഴും. ഇതിലൊരു ഭയാനകമായ രംഗമുണ്ട്. അതായത് ഒരു യോഗ എന്ന പെൺകുട്ടിയെ ജോണി ബ്രൂട്ടലായിട്ട് കൊല്ലുന്നത്. അത് നമുക്ക് കണ്ടിരിക്കാൻ പറ്റത്തില്ല, അത്രത്തോളം അസഹനീയമാണത്. ലോല ഹൃദയർക്ക് ഒരിക്കലും ഞാൻ ഈ മൂവി സജസ്റ്റ് ചെയ്തില്ല, കാരണം അത്രത്തോളം ബ്രൂട്ടലായിട്ടുള്ള ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരുപാട് രംഗങ്ങൾ ഈ മൂവിക്കകത്തുണ്ട്. പിന്നെ ഈ അടുത്ത് ഇറങ്ങിയ കാലങ്ങളിൽ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ വയലന്റ് നേച്ചർ വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു മൂവി ആവുന്നത്. മൂവി ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. ലിങ്ക് വേണ്ടവർ താഴെ ലിങ്ക് ഒന്ന് കമന്റ് ചെയ്യൂ, ഞാൻ DM ചെയ്ത് തരാം. പിന്നെ മൂവി കണ്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ചെയ്യണം. അപ്പം നാളെ കാണാം. ബൈ.